മറ്റത്തൂരിലെ കോൺഗ്രസ് അംഗങ്ങളുടെ ബി.ജെ.പി. ലയനം. സതീശൻ എന്താ അതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ ഓർക്കണം. ഇപ്പോൾ കൂറുമാറ്റത്തിന്റെ ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തേക്ക് വന്നിട്ടുണ്ട്. സതീശന്റെ നിർദ്ദേശാനുസരണം DCC സെക്രട്ടറി പഞ്ചായത്ത് അംഗത്തോട് ബി.ജെ.പിയിലേക്ക് കൂറുമാറാൻ വേണ്ടി നിർബന്ധിക്കുന്നതിന്റെ ഒരു ഓഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നാട്ടുകാർ അത് ശ്രദ്ധിക്കണം. കാര്യം ഇന്നലകളിൽ മറ്റത്തൂരിൽ നടന്ന സംഭവത്തെക്കുറിച്ച് സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ആ വാചകം നിങ്ങളൊന്ന് ഓർത്തേ. ഇത് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് മറ്റത്തൂരിലെ കാര്യം പറഞ്ഞത്. മറ്റത്തൂരിൽ എന്താ, മറ്റത്തൂരില് 2 വിമതന്മാര് ജയിച്ചിരുന്നു. അതിലൊരു വിമതനെ CPM പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇവരെല്ലാവരും ചേർത്തിട്ട് മറ്റേ വിമതനെ ജയിച്ച ആളെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി പിന്തുണ കൊടുത്തു. അത് പാർട്ടി തീരുമാനത്തെ ലംഘിച്ചാണ് അവർ ചെയ്തത്. അല്ലാതെ അവരാരും BJP-യിലൊന്നും പോയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ആഗ്രഹം അവർ BJP പോകണമെന്നാണ്. കാരണം BJP-യെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അവിടെ എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. ഒരു വിമതനെ CPM-കാര് ജയിപ്പിക്കാൻ നോക്കി. ഇവരെല്ലാം കൂടി മറ്റൊരു വിമതനെ സപ്പോർട്ട് ചെയ്തു. അല്ലാതെ ആരും BJP-യിലൊന്നും പോയിട്ടില്ല. കേട്ടല്ലോ, പിണറായി വിജയന് BJP-യെ ശക്തിപ്പെടുത്തണം. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഓഡിയോ മറ്റത്തൂരിൽ വിജയിച്ച കോൺഗ്രസ് അംഗത്തെ സതീശൻ നിർദ്ദേശിച്ച പ്രകാരം. കാര്യം തൃശ്ശൂരിലൊക്കെ ഡീലാണല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പരസ്പരം വച്ചു മാറിയതുപോലെ തൃശ്ശൂരിലെ ചിലയിടങ്ങളിൽ ഞങ്ങളുടെ അന്തസ് കെടുത്തരുത്, അവിടെ CPM ഭരണം അവസാനിപ്പിക്കാൻ ഞങ്ങൾക്കൊപ്പം നിൽക്കണം. അങ്ങനെയാണ് സതീശനും അതുൽ കൃഷ്ണയും തമ്മിലുള്ള ഡീൽ DCC സെക്രട്ടറിയിലൂടെ നടപ്പാക്കിയത്. ഹലോ, ചന്ദ്രന്റെ ഫോണിക്ക് വിളിക്കാം. അല്ല, അതിക്ക് വിളിക്കാം. അല്ല, അതിലേക്ക് അവിടെ റേഞ്ച്, ആ ഫോണിൽ സംസാരിക്കുമ്പോ റേഞ്ച് കിട്ടുന്നില്ല. എന്നാ ഞാൻ പറഞ്ഞു, നമുക്ക് BJP-യുടെ സപ്പോർട്ടുണ്ട്, കിട്ടിയ എല്ലാ സാധനങ്ങളും രാജിവെച്ചതിന് ശേഷം ഞാൻ വരുള്ളൂ. എനിക്ക് വലിയ നാണക്കേട് ചുമന്നിറക്കാൻ. ഞാൻ നിലപാട് ഞാൻ പറഞ്ഞു, എനിക്ക് BJP-യായിട്ട് യാതൊരു ബന്ധവും എനിക്ക് താല്പര്യമില്ല. അല്ല, നീ ഒരു കാര്യം ചെയ്യേ, നീ BJP-യുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ലാന്ന് പറയാനായിട്ട് തൃശ്ശൂര് നമ്മൾ 9 മെമ്പർമാരും കൂടി പത്രസമ്മേളനം വിളിച്ചേക്കുന്നത്. ബന്ധമില്ലാന്ന്, അതാണ് ഇപ്പൊ മൊത്തം ചർച്ച നടക്കണേ. അയ്യോ, ബാക്കിയുള്ള 8 മെമ്പർമാരും നിന്റെ കൂടെ ഇല്ലേ? ബാക്കിയുള്ള 8 മെമ്പർമാരുടെ കാര്യമല്ല നോക്കണം, ഞാൻ എന്റെ കാര്യം നോക്കുന്നു. നീ ആ 8 മെമ്പർമാരും നീ പറയേ BJP-യുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് നീ പറയേ. പറഞ്ഞല്ലോ, BJP-യായിട്ട് യാതൊരു ബന്ധമില്ല, എനിക്ക് വർഗീയ രാഷ്ട്രീയം എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. നീ അതെല്ലാവർക്കും കൂടി ഒരുമിച്ച് പറഞ്ഞെന്തോ കുഴപ്പം? അല്ലേ, അവരെന്താ പറയാത്ത? ഒറ്റയ്ക്ക് പറഞ്ഞോളൂ അവർക്ക്. അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞ നമ്മൾ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമല്ലേ? അതിന് നിനക്ക് നീ ഇന്നലെ ഭയപ്പെടുന്നത്? അപ്പൊ നിനക്ക് എന്തോ കള്ളത്തരണ്ടല്ലോ. ഭയപ്പെടല്ല, ഇത് നാണക്കേടില്ലേ? ആൾക്കാർ നോക്കി ശരിക്കുള്ളൂ. അതെ, വെല്ലോരുടെ വാക്ക് കേട്ട് ഞാൻ ഇന്നലെ അവിടെ തന്നെ നിങ്ങൾ ഈ സാധനം കഴിഞ്ഞപ്പോ ഞാൻ നിങ്ങളുടെ കൂടെ നിന്നുണ്ടായിരുന്ന. അക്ഷയ് കാര്യം പറയണതേ, അല്ല, ഒരു കാര്യം അക്ഷയ് മനസ്സിലാക്കണത്, അക്ഷയ്ക്ക് ഈ സ്ഥാനം കിട്ടിയത് കൊണ്ടാണ് അക്ഷയ്ക്ക് ഇത് സംസാരിക്കാൻ പറ്റുന്നത്, അല്ലേ? കിട്ടണ്ടായിരുന്നു, അതായിരുന്നു നല്ലത്, കിട്ടണ്ടായിരുന്നു. അപ്പൊ അക്ഷയ്ക്ക് സ്ഥാനം കിട്ടിയത് കൊണ്ടാണ് അക്ഷയ്ക്ക് ഇങ്ങനെ പറയാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് അക്ഷയ്ക്ക് പറയാനുള്ള നമുക്കൊരു തടസ്സമില്ല. ഞാൻ രാജിച്ചോളാം. വേണ്ടാന്ന്, ഞാൻ മെമ്പർ രാജിച്ചോളാം. വേണ്ട, അക്ഷയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ 2 മണിക്ക് നമ്മൾ തൃശ്ശൂര് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടോ? ഞാൻ വരില്ല. പ്രസിഡന്റായ BJP-യുടെ സപ്പോർട്ടോടെ പ്രസിഡന്റായ ആള് രാജിവെക്കാണ്, ഞാൻ വരില്ല. അപ്പൊ നിന്റെ ആരോ അങ്ങനെയാണെങ്കിൽ അല്ല അക്ഷയ്, ഞാൻ ഇപ്പൊ സ്വതന്ത്രല്ല, എനിക്ക് അങ്ങനെ അങ്ങോട്ട് പോയിക്കോളെ. അല്ലെന്ന് നീ എങ്ങനെ സ്വതന്ത്രനാണ്? പാർട്ടി രാജിവെച്ചു ഇന്നലെ ഒപ്പിട്ട് വാങ്ങിയത്. അതുകൊണ്ടെന്താ കാര്യം? കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആൾക്ക് പാർട്ടി രാജിവെച്ച ഞാൻ മെമ്പർ രാജിച്ചോളാം. അല്ല, ഞാൻ പറയുന്നത് കേൾക്കക്ഷേ, നീ പറയുന്നത് കേൾക്കാദ്യം. ഞാൻ പറയണത്, നമ്മൾ 8 മെമ്പർമാരും ഒരിക്കലും അങ്ങനെ രാജിവെച്ചതൊന്നും സ്വതന്ത്രരാവില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും അങ്ങനെ ചെയ്യില്ലേ? അപ്പൊ അതല്ല വിഷയം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ അംഗം പരമാവധി പറയുന്നുണ്ട് നാണക്കേടാണ്, പറ്റില്ല എന്ന്. പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശമാണ്, DCC സെക്രട്ടറിക്ക് നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ? അതുൽ കൃഷ്ണ ആവശ്യപ്പെട്ട പ്രകാരം സതീശൻ നടത്തിയ നീക്കുപോക്കാണ്. അങ്ങനെയാണ് മറ്റത്തൂരിലെ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് അംഗത്തെ പോലും നമ്മൾ ഒരുമിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഒരുപോലെ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ബാക്കിയുള്ളവരെല്ലാം അങ്ങ് വിശ്വസിച്ചുകൊള്ളുമെന്ന്.
അന്നേ പറഞ്ഞതാണ്, ഇത് ഡീലാണ്, ഇത് സതീശൻ ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞുകൊണ്ട് നടത്തിയ കച്ചവടമാണ്. ഒരു പഞ്ചായത്ത് പോകുന്നെങ്കിൽ പോകട്ടെ, ഇടതുപക്ഷ ഭരണം അവസാനിക്കുമല്ലോ. അതായിരുന്നു കേവലം 4 പേർ മാത്രം BJP അംഗങ്ങളുള്ള ഇടത്ത് 8 കോൺഗ്രസ് അംഗങ്ങൾ ഒരുപോലെ പോയി BJP ലയിച്ചത്. അതിനുവേണ്ടിയുള്ള നീക്കുപോക്കുകളും ഓരോരുത്തരെ എങ്ങനെയാണ് അതിനുവേണ്ടി കൺവിൻസ് ചെയ്തതെന്ന് നിങ്ങളെ ഈ ഓഡിയോ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇനി നിങ്ങൾ ഒരിക്കൽ കൂടി സതീശന്റെ ആ പ്രതികരണം ഒന്ന് കേൾക്കണം. ഇത് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് മറ്റത്തൂരിലെ കാര്യം പറഞ്ഞത്. മറ്റത്തൂരിലെന്താ, മറ്റത്തൂരില് 2 വിമതന്മാര് ജയിച്ചിരുന്നു. അതിലൊരു വിമതനെ CPM പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇവരെല്ലാവരും ചേർത്തിട്ട് മറ്റേ വിമതനെ ജയിച്ച ആളെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി പിന്തുണ കൊടുത്തു. അതാണ്, അത് പാർട്ടി തീരുമാനത്തെ ലംഘിച്ചാണ് അവർ ചെയ്തത്. അല്ലാതെ അവരാരും BJPയിലൊന്നും പോയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ആഗ്രഹം അവർ BJP പോകണമെന്നാണ്. കാരണം BJPയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. നോക്കണേ, എത്ര വിദഗ്ധമായിട്ടാണ് BJPക്ക് ഒരു പഞ്ചായത്ത് കൊടുത്തതിന് ശേഷം അതും പുറത്തു വന്ന് പിണറായി വിജയന്റെ തലയിൽ വെക്കാൻ നോക്കുന്നത്. നല്ല ഒന്നാം തരം RSSകാരനാണോ അല്ലയോ? RSS ശാഖയിൽ പോയി ഗോൾവാൾക്കർ ചിത്രത്തിൽ നിരന്തരം അന്തിത്തിരി കത്തിക്കുന്ന സതീശന് ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെ പ്രതികരിക്കാൻ കഴിയും? അന്തർധാരയിലൂടെ സംഘപരിവാറിനെ കേരളത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന സതീശൻ കോൺഗ്രസിനകത്ത് നിൽക്കുന്ന 916 ശാഖാ പ്രമുഖനാണെന്ന് ഇനിയും തിരിച്ചറിയാൻ വൈകുന്നവർക്ക് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംഘപരിവാർ രാജ്യത്താകമാനം വിഴുങ്ങിയതിന് ശേഷമേ തിരിച്ചറിയാൻ കഴിയും. അന്നേ കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ഈ മുന്നേ ലീഗന്മാർ ഉൾപ്പെടെയുള്ള ചിന്താശേഷി ഇല്ലാത്തവർക്ക് തിരിച്ചറിയാൻ സാധിക്കൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം.